അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഈ ഒരു ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ ഒരു ചെറിയൊരു ബിസിനസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബിസിനസ് എന്ന് വെച്ചാൽ ഞാൻ ഒരു പുതിയൊരു ബസ് വാങ്ങിച്ചു ഗൈസ് കേട്ടോ. അപ്പോൾ ബസ് ഞാനിപ്പോൾ ഒന്ന് എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് എന്ന് പറയുന്നത്. ഇത് ഒരു ട്രാൻസ്പോർട്ട് ബസ്സാണ് കേട്ടോ. അതായത് നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയുടെ ഒരു പ്രൈവറ്റ് ബസ്സാണ് ഗൈസ് കേട്ടോ. ഇത് നമ്മളുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ സാധാരണ ഓടുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ് ഗൈസ് കേട്ടോ. ഇത് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ മാത്രമല്ല, ഈ ഒരു വണ്ടി ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ ബീച്ചിൽ പോവും, ജുറാസിക് പാർക്ക് പോവും, അങ്ങനെ ഇതുമല്ല ഇതിൻ്റെ ദൂരെ വരെ ഈ ഒരു വണ്ടി പോവും ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ പല പല സ്ഥലങ്ങളിൽ ഈ വണ്ടി പോവും. അതായത് ഈ ഒരു വണ്ടി കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റ് പർപ്പസിനാണ് ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്നതെന്നാണ് എന്തോ ആൾക്കാർ പറയുന്നത് കേട്ടോ. ഇത് ഫുൾ എയർ കണ്ടീഷൻഡ് ബസ് ആയതുകൊണ്ട് തന്നെ ചൂട് ഒരിക്കലും എടുക്കത്തില്ല ഗൈസ് കേട്ടോ. കണ്ടോ, എൻ്റെ ജനാല ഒന്നും തന്നെ തുറക്കാൻ പറ്റത്തില്ല ഗൈസ് കേട്ടോ. പിന്നെ 1, 2, 3 ഡോറുണ്ട്. അതും ഓട്ടോമാറ്റഡ് ഡോറാണ് ഗൈസ് കേട്ടോ. അതായത് ഡ്രൈവർക്ക് അവിടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാനാണ് ഇതൊരു വലിയൊരു പ്രത്യേകത. ഒരു വലിയൊരു ഡോറാണ് ഗൈസ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാം. അതാണ് ഡ്രൈവിംഗ് സീറ്റ് വരുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ സീറ്റ് വരും, ഒരു ട്രെയിനിൻ്റെ സീറ്റ് പോലെയൊക്കെ. പിന്നെ ഇങ്ങനെ മോളോട്ട് സീറ്റുകൾ പോകും. പിന്നെ ഈ ഒരു ഡോറ് കഴിഞ്ഞ ശേഷം ഈ ഒരു പുറകിലായിട്ട് ബാക്കി 4 സീറ്റുകൾ വരുന്നുണ്ട് ഗൈസ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്കകത്ത് നമ്പർ പ്ലേറ്റ് ഉണ്ട് ഗൈസ് കേട്ടോ. കണ്ടു, വെള്ള കളറിൽ. പക്ഷേ ഇതിനകത്ത് രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ അതായത് RGS എന്ന് പുറകിൽ എഴുതിയിട്ടില്ല. ഫ്രണ്ടിലും എഴുതിയിട്ടില്ല ഗൈസ് കേട്ടോ. ഇത് ഇവിടെ പ്ലെയിൻ ആയിട്ട് ഇട്ടേക്കാണ് ഗൈസ് കേട്ടോ. എനിക്കൊന്ന് മോസ്റ്റ്ലി ഇതിനകത്ത് അപ്ഡേറ്റ് വരുമായിരിക്കും ഗൈസ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് പേര് ആഡ് ചെയ്തിട്ടില്ല ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിക്കകത്ത് കയറാം ഗൈസ്. ഓക്കെ, നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ് കേട്ടോ. റെഡ് കളറാണ് ഞാൻ വാങ്ങിച്ചത് ഗൈസ്. ഇതിൻ്റെ പല പല കളേഴ്സ് വരുന്നുണ്ട്, യെല്ലോ അങ്ങനെയൊക്കെ കുറേ കളേഴ്സിൻ്റെ വരുന്നുണ്ട് ഗൈസ് കേട്ടോ. ഞാനിത് റെഡാണ് വാങ്ങിച്ചത് ഗൈസ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് പറയുക ഗൈസ് കമൻറ്റ് ബോക്സിനകത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. കണ്ടോ, കുറേ ഓപ്ഷനുകൾ വരുന്നുണ്ട്. കതകിൻ്റെ ഡോറിൻ്റെ ഓപ്ഷനുകളാണ് വരുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, ഇതാ നമുക്ക് പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, വണ്ടി ഓടിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഫേസ് റിവീൽ ചെയ്തില്ല, ബിക്കോസ് എൻ്റെ ഫേസൊക്കെ മൊത്തം ഒരു ലാഗ് ആയിരിക്കും. ലാഗ് മീൻസ് ഒരു മൂഡ് ഓഫ് പോലെ, ഇല്ലെങ്കിൽ ഒരു ഇത് ഒരു ഉറക്കം വരുന്ന പോലെയൊക്കെ മുഖം ആയിരിപ്പുണ്ട് ഗൈസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫേസ് റിവീൽ ചെയ്യാത്തത് ഗൈസ് കേട്ടോ. ഓക്കെ, പിന്നെ വണ്ടിയുടെ വേഗത പറഞ്ഞെങ്കിൽ ഓക്കെ, വേഗത നല്ല വേഗതയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അത്യാവശ്യം ഒരു ബസ്സിന് പ്രതീക്ഷിക്കാത്ത അത്ര വേഗത ഈ ഒരു വണ്ടിക്കുണ്ട്. അതായത് ഇതൊരു ഹെവി ഡ്രൈവ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇത്ര സ്പീഡ് പ്രതീക്ഷിക്കാം ഗൈസ് കേട്ടോ. എപ്പോഴും നിങ്ങൾ ഈ ഒരു ഗെയിമിനകത്ത് ബസ് നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഇതിൽ കളിക്കല്ലേ ഗൈസ് കേട്ടോ. ഇങ്ങനത്തെ ഇതിൽ ഈ ഒരു ബസ് ഒന്നും ഫ്രണ്ടിലിട്ട് കാണാൻ പറ്റത്തില്ല ഗൈസ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇൻറ്റീരിയർ വെച്ചാണ് എപ്പോഴും നിങ്ങൾ കളിക്കുന്നത്. നിങ്ങൾ പെടും ഗൈസ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാവുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഇറങ്ങാം ഗൈസ് കേട്ടോ. ഇവിടെ ഒരു 5 മിനിറ്റ് വണ്ടി ഇവിടെ നിർത്തി വെക്കും ഗൈസ് കേട്ടോ. 5 മിനിറ്റ് ഈ ഒരു സൈഡിൽ ഇവിടെ വണ്ടി നിർത്തി വെക്കും. ഓക്കെ, ഇങ്ങനെ ഇവിടെ വണ്ടി നിർത്തി വെക്കും കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ വണ്ടി നിർത്തി വെക്കും. അതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു ട്രെയിൻ വരും. അത് ഗുഡ്സ് ട്രെയിൻ ആകാം, ഇല്ലെങ്കിൽ നമ്മുടെ പാസഞ്ചർ ട്രെയിൻ ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ പാസഞ്ചർ ട്രെയിനിൽ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക, ഈ വണ്ടിക്കകത്ത് കയറി പോവാം ഗൈസ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഓക്കെ,
എയർപോർട്ടാണ് ഗൈസ്. ഇത് കല്യാൺ ജംഗ്ഷൻ. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ പേര് ഗൈസ് കേട്ടോ, കല്യാൺ ജംഗ്ഷൻ. ഓക്കെ, ഇതാ ഒരു ട്രെയിൻ പറഞ്ഞുകൊണ്ട്. ഏത് ട്രെയിനാണ് അത്? പാസഞ്ചർ ട്രെയിൻ ആണെന്ന് തോന്നുന്നു ഗൈസ് കേട്ടോ. അയ്യോ എന്തായി ഗൈസ്? ഓക്കെ ആ പാസഞ്ചർ ട്രെയിനാണ് ഗൈസ് കേട്ടോ. അപ്പോൾ ഈ ട്രാക്കിലോട്ടാണ് ഗൈസ് വരുന്നത്, കണ്ടോ? ഇപ്പോൾ ട്രെയിൻ അങ്ങനെ വന്നു ഗൈസ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ് കേട്ടോ. പാസഞ്ചർ ട്രെയിനാണ്. കല്യാൺ ജംഗ്ഷനിൽ ഈ ഒരു ട്രെയിൻ ഇനി ബീച്ചിലൊക്കെ പോകും ഗൈസ്. ഈ ഒരു ട്രാക്ക് കണക്ട് ചെയ്ത് ബീച്ചിൽ അവിടെയൊക്കെ പോകാൻ പറ്റും ഗൈസ് കേട്ടോ. ഇത് പാസഞ്ചർ ട്രെയിനാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ട്രെയിനിൽ ഒരു ആപ്പ് ഉണ്ട്, അത് പ്ലേ സ്റ്റോറിലൊക്കെ ഈ ഒരു ആപ്പ് കിട്ടും ഗൈസ് കേട്ടോ. സോറി, ഇതാ എൻ്റെ ആപ്പ്, ട്രെയിൻ കൺട്രോൾസ്. ഇതിനകത്ത് ഇതാ കണ്ടോ, ഹോർണുണ്ട്, അങ്ങനെ കുറേ കൺട്രോൾസ് ഉണ്ട്. എൻജിന്, ഫോർവേഡ്, ബ്രേക്ക്, ഹോണ്, ബാക്ക്വേഡ്. ഓക്കെ, അങ്ങനെ ഫോർവേഡ് ബാക്ക്വേഡ്. ഓക്കെ, അങ്ങനെയൊക്കെ ഇവിടെ ഓപ്ഷനുകളുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗൈസ് കേട്ടോ. ഇത് എല്ലാം എടുത്ത്, അതായത് ഈ ട്രെയിന് എത്ര ദൂരം വേണം ഇത് കൺട്രോൾ ചെയ്യാൻ ഗൈസ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോൾസ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഫോൺ കോൾസ്, രാഹുൽ, സോഹിത്, സഞ്ജയ്, പ്രദീപ്, യാഷ്, അഭിഷേക്, അങ്ങനെയൊക്കെ കോണ്ടാക്ട്സ് ഇരിപ്പുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, പിന്നെ ഓക്കെ, ഇപ്പോൾ ഇവിടെ ആൾക്കാർ കയറി എന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ ആൾക്കാർ കയറി. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇനി നമ്മൾ ഇതുവഴിയാണ് സാധാരണ പോകുന്നത് ഗൈസ് കേട്ടോ. ഇതുവഴി കണക്ട് ചെയ്ത് നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റും ഗൈസ് കേട്ടോ. പെട്രോൾ പമ്പാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഗൈസ് കേട്ടോ. അതായത് സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വാഷ്റൂമിലൊക്കെ പോകാൻ സാധാരണ ആൾക്കാർ ഇവിടാണ് പോവാറ് ഗൈസ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഗൈസ് കേട്ടോ. ഇവിടെ നിന്ന് കണ്ടോ, ട്രെയിൻ സമയത്ത് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഗൈസ് കേട്ടോ. ഓക്കെ, അറിയാതെ ഒന്ന് തട്ടി ഗൈസ് കേട്ടോ. കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്. ഇത് വലിയൊരു ഹെവി വെഹിക്കിളാണ്. കൺട്രോൾസ് ഭയങ്കര പാടാണ് ഗൈസ് കേട്ടോ. ഇന്ത്യൻ ഓയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് പെട്രോളൊക്കെ അടിച്ചേക്കാം ഗൈസ് കേട്ടോ. ഓക്കെ, ഇവിടാണ്. ഇത് പെട്രോളാണോ ഡീസലാണോ ചോദിച്ചാൽ നോ, ഇറ്റ് ഈസ് പെട്രോൾ വണ്ടിയാണ്. ഇതിൻ്റെ ടാങ്ക് വരുന്നത് ഈ സൈഡിലാണ് ഗൈസ് കേട്ടോ. ഈ സൈഡിലാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത് ഗൈസ് കേട്ടോ. ഇവിടെ അതേമാതിരി കേജൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീസലാണ്. അപ്പോൾ അവിടെ ഇവിടെ ഡീസലേ ഉള്ളു ഗൈസ് കേട്ടോ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല ഗൈസ്. പെട്രോൾ അടിക്കാം ഗൈസ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല, നമ്മളെ പെട്രോൾ അടിക്കണം ഗൈസ് കേട്ടോ. അപ്പോൾ പെട്രോൾ എന്താ അടിച്ചേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്, നമ്മൾ കേജൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പാസഞ്ചർ ഈ ഒരു വണ്ടിയിൽ ഇറങ്ങിയാണ് പോകുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, ഇവിടെ വരെ വണ്ടി വന്ന്. ഓക്കെ, ഇനി അങ്ങോട്ട് പോവാണ് ഗൈസ് കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു വാഷ്റൂം ഗൈസ് കേട്ടോ. ഇവിടെ ഉണ്ട് ഗൈസ്, 2 ഉണ്ട് ഗൈസ് കേട്ടോ. ജെൻസ് ടോയ്ലറ്റ്, ലേഡീസ് ടോയ്ലറ്റ്, ഇങ്ങനെ ഇവിടെ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, നമ്മുടെ റെസ്റ്റൊക്കെ എടുക്കാം ഗൈസ് കേട്ടോ. ഈ പെട്രോൾ പമ്പിൽ തന്നെ റെസ്റ്റ് റൂമൊക്കെ ഇരിപ്പുണ്ട് ഗൈസ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാൻ സാധിക്കും ഗൈസ് കേട്ടോ. ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഉണ്ട് ഇവിടെ കണ്ടോ. കുറേ വാർണിങ്സ് ഒക്കെ ഈ ഒരു പെട്രോൾ പമ്പിൽ എഴുതിയിട്ടുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, പിന്നെ ഓക്കെ ഗൈസ്, ഇതിലൊരു നൈറ്റ് മോഡ് വരുന്നുണ്ട് ഗൈസ് കേട്ടോ. 9. ഓക്കെ, അതെനിക്ക് തോന്നുന്നു രോഹിത് ഭായ് എടുത്ത് കളഞ്ഞു ഗൈസ് കേട്ടോ. ഓക്കെ, ഈ 9 എന്ന് അടിച്ച് ജെറ്റ് പ്രോസസ്സിങ് ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്, പക്ഷേ അത് വർക്കാവുന്നില്ല ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു രോഹിത് ഭായ് അത് എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു ഗൈസ് കേട്ടോ. ഓക്കെ,
ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നമ്പർ പ്ലേറ്റ് കാലിയായിട്ട് ഇരിപ്പുണ്ടല്ലോ. ഈ നമ്പർ പ്ലേറ്റിനകത്ത് നിങ്ങളുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉടനെ തന്നെ പേര് ഇതിനകത്ത് ആഡ് ചെയ്ത് ആ ഒരാൾക്ക് ഈ ഒരു വണ്ടി ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടി ഇതിനൊരു ആപ്പുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിക്കകത്ത് ഒരു ആപ്പുണ്ട്. ഈ ഒരു വണ്ടി കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനായിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് ഓക്കെ ആപ്പ് തുറക്കട്ടോ. ഓക്കെ ആപ്പ് തുറന്നു കണ്ടോ. ഇപ്പോൾ യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, റെഡ് ഒറിജിനൽ കളറാണ്. ഓറഞ്ച്, ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഓക്കെ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബ്ലാക്കാണ്. വൈറ്റ് മിക്സ് കണ്ടോ. റെഡാണ് ഇത്. ഗ്രീൻ, വൈറ്റ് ഇങ്ങനെ മാറി കത്തും കേട്ടോ. RGB എന്ന് പറയുമ്പോൾ പിന്നെ പോയില്ലേ. ഓക്കെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. RGB നമുക്ക് കണ്ടോ ഇങ്ങനെ നമുക്ക് ഡിസ്കോ വണ്ടിയായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകാൻ സാധിക്കും. ഇങ്ങനെ തിളങ്ങും കേട്ടോ. ബിക്കോസ് ഈ ഒരു വണ്ടിയുടെ ഫുൾ ബോഡിക്കകത്ത് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലൈറ്റിന് ഇതൊരു RGB ലൈറ്റാണ് കേട്ടോ. ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പ് വഴി നമുക്ക് ഇന്ന് ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും DJ ഫങ്ഷനോ പാർട്ടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റ് കത്തിച്ചുകൊണ്ട് പോകാൻ സാധിക്കും കേട്ടോ. ഓക്കെ ഇപ്പോൾ ട്രെയിൻ എടുക്കും കേട്ടോ. ഓക്കെ ഇതിനകത്ത് ഇപ്പോൾ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ എനിക്ക് ബസ്സൊക്കെ ഓടിക്കാൻ അറിയാം കേട്ടോ. പക്ഷേ ഇച്ചിരി ഒരു ഹെവി വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ബാലൻസിങ് ഒക്കെ തെറ്റത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഹൗസിലേക്ക് പോകാം കുറേ നാളായി. നിങ്ങൾ മിസ് ചെയ്തിട്ടും ഉണ്ടാവും കേട്ടോ. എവിടെയാണ് ആ ഹൗസ്? ഈ സൈഡിലാണോ? എവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഹൗസ്? നമ്മളെ പറഞ്ഞ് വീണ്ടും പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഓക്കെ അവിടെ ഇപ്പോൾ നമ്മുടെ വീട് നേരെ തന്നെ പോവാൻ കേട്ടോ. ഓക്കെ അപ്പം ഗൈസ് ഓക്കെ അപ്പോൾ മെയിനായിട്ട് ഞാൻ അന്ന് ഒരു പട്ടാളക്കാരുടെ അവിടെ പോയപ്പോൾ മറ്റേ അരിച്ചാക്കിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ഗൈസ്? അത് അരിച്ചാക്ക് തന്നെയായിരുന്നു ഗൈസ് കേട്ടോ. ഓക്കെ അരിച്ചാക്ക് തന്നെയായിരുന്നു. എന്തിനാണ് അവിടെ വെച്ചേക്കുന്നത് ഗൈസ്? ഓക്കെ എനിക്ക് തോന്നുന്നു പട്ടാളക്കാർക്ക് കഞ്ഞി വെച്ച് കുടിക്കാനായിരിക്കും ഗൈസ് കേട്ടോ. ബിക്കോസ് പട്ടാളക്കാരെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരു നേരത്തിൻ്റെ ആഹാരത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച അരിയാണ് തോന്നുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ആ അരി ഉക്രൈൻകാർ തട്ടിക്കൊണ്ട് പോകും ഗൈസ് കേട്ടോ. അപ്പോൾ ആ അരി അതുകൊണ്ടായിരിക്കും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചത് ഗൈസ് കേട്ടോ. അപ്പോൾ ഉക്രൈൻകാർക്കും അത് മനസ്സിലാവത്തില്ല. ഉക്രൈൻകാർ വിചാരിക്കും മറ്റേ ഒളിച്ചിരിക്കുന്ന മറ്റേ ആ ചാക്കാണ്. ഓക്കെ അതിനകത്ത് അരി തന്നെ ആയിരുന്നു ഗൈസ് കേട്ടോ. എനിക്ക് കിട്ടിയില്ല ഗൈസ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ കഞ്ഞി വെച്ച് കുടിക്കാണ് ഗൈസ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മിസ് ചെയ്തു ഗൈസ് കേട്ടോ. ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിൽ അറിയില്ല ഒന്നിൻ്റെ കുറവില്ല. എൻ്റെ വീട്ടിൽ 5 കിലോ അരി ഇരിപ്പുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ എനിക്ക് കഞ്ഞിയോ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ചോറോ എന്താ വേണം എനിക്ക് ഉണ്ടാക്കി തിന്നാം ഗൈസ് കേട്ടോ. ഇവിടെ പുതിയ അപ്ഡേഷനൊക്കെ വന്നു ഗൈസ് കേട്ടോ. എന്തൊക്കെ മാറിയിട്ടുണ്ടല്ലേ ഇവിടെ? തോന്നലാണോ? എന്തൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ് ഇവിടെ ഗൈസ് കേട്ടോ. ഓക്കെ എൻ്റെ വീട്ടിൽ അരിയുടെ ഒന്നും കുറവില്ല. 5 കിലോ അരി ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ അപ്പോൾ ഉടനെ തന്നെ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നതായിരിക്കും. അതാണ് ക്രോപ്പ് ബിസിനസ്. ഞാൻ നെല്ലൊക്കെ നട്ട് ഞാൻ അരിയാക്കി ഞാനത് വിൽക്കുന്നതായിരിക്കും ഗൈസ് കേട്ടോ. ഞാൻ പാവപ്പെട്ട ആൾക്കാർക്ക് ഞാനത് ദാനം ചെയ്യുന്നതായിരിക്കും ഗൈസ് കേട്ടോ. അതിൻ്റെ ഫലം എനിക്ക് ദൈവം തരുന്നതായിരിക്കും ഗൈസ് കേട്ടോ. ഓക്കെ
ഇതൊരു ചെറിയൊരു അവയർനെസ്സാണ്. ഞാൻ അടുത്ത വീഡിയോക്കകത്ത് എൻ്റെ പുതിയൊരു ബിസിനസ്സാണ് ഗൈസ് കേട്ടോ, ബിസിനസ്. ഓക്കെ, ബിസിനസ്. അപ്പോൾ ഞാൻ ഈ ബിസിനസ് ഉടനെ തന്നെ തുടങ്ങേണ്ടതായിരിക്കും ഗൈസ്, ക്രോപ്പ് ബിസിനസ്. ഓക്കെ ഓക്കെ ഇപ്പോൾ എൻ്റെ ഒരു ബിൽഡിംഗ് ഒക്കെ ഞാൻ പണിഞ്ഞിട്ട് ഞാൻ വിജയ് ക്രോപ്സ് അങ്ങനെ എന്തോ പേര് കൊടുക്കുന്നതായിരിക്കും ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചാടി കളിക്കാം ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉടനെ തന്നെ എന്തുവാ അരിയുടെ ബിസിനസ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും, ക്രോപ്പ് ബിസിനസ്. ഓക്കെ, ക്രോപ്പ് ബിസിനസ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും ഗൈസ് കേട്ടോ. ഓക്കെ, നാട്ടുകാരെ കേട്ടോ, അരി വേണ്ടവർക്ക് എൻ്റെ വീട്ടിൽ വരാം, ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നതായിരിക്കും. വെറും 1000 രൂപ, 1000 രൂപയ്ക്ക് ഞാൻ 5 കിലോ അരി തരുന്നതായിരിക്കും. വായോ വായോ വായോ, 100 കിലോ ലാഭത്തിനൊപ്പം, 100 കിലോ ലാഭത്തിനൊപ്പം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വിൽക്കുന്നതായിരിക്കും ഗൈസ് കേട്ടോ. ഓക്കെ അപ്പോൾ ഗൈസ് എനിക്ക് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ എന്തുവാ ഞാൻ ഇച്ചിരി കോമഡിയൊക്കെ പറയാൻ നോക്കുകയാണ് ഗൈസ് കേട്ടോ, പക്ഷേ എനിക്ക് എന്താ കോമഡി പറയാനൊന്നും കിട്ടുന്നില്ല ഗൈസ് കേട്ടോ. ഓക്കെ, പക്ഷേ അപ്പോൾ ക്രോപ്പ് ബിസിനസ് ഞാൻ എന്താ തുടങ്ങും ഗൈസ്, അടുത്ത വീഡിയോക്കകത്ത് ഞാൻ ആ ഒരു കണ്ടൻ്റായിരിക്കും കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഗൈസ്, ക്രോപ്പ് ബിസിനസ്. ഓക്കെ, അപ്പോൾ അതെന്താ ഉറപ്പാണ്, എനിക്ക് കോമഡി കിട്ടുന്നില്ല ഗൈസ്, എന്താ പറയില്ലെങ്കിൽ ഇച്ചിരി കൂടെ സെറ്റാക്കിയാണ് ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ് എൻ്റെ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ദിസ് ഈസ് വിജയ് സൈനിങ് ആ.